അച്ഛനും പോന്നാണ്. അപ്പൊ ഞാൻ ഭയങ്കര സാഡിലുമാണ്, ലിറ്റിൽ ഹാപ്പിയുമാണ്. പിന്നെ ഏറ്റവും സാഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇനി അടികൂടെ ആരും ഇല്ല. ഇനി ഹാപ്പി എന്താ? ലിറ്റിൽ ഹാപ്പി ഹാപ്പി എന്ന് പറഞ്ഞാല് എനിക്ക് കൈയും കാലും കഴുകണ്ടില്ല. കൈയും കാലും അതെന്താ കഴുകാത്ത? കാരണം ഇവർ പോയ പിന്നെ പറയൂല. ആരാ ഏറ്റവും കൂടുതൽ പറയുന്നേ? അച്ഛൻ കുറച്ച് വൃത്തിയുടെ ആളാ. വൃത്തി കൂടിപ്പോയി. ഓക്കെ. അപ്പൊ പക്ഷെ നല്ല ഫുഡല്ലോ അമ്മ ഉണ്ടാക്കി തരും, നിന്റെ അമ്മ ഉണ്ടാക്കി തരും. പക്ഷെ അച്ഛമ്മ ഉണ്ടാവുമ്പോ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരലുണ്ടാ? അത് മിസ് ചെയ്യുവാ? ചിക്കൻ ഫ്രൈ മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് വറവ് ഇഷ്ടല്ല, അതെപ്പോഴും എന്നെ കൊണ്ട് തരുന്നതിക്കോ അത് ഞാൻ മിസ് ചെയ്യൂല. അത് മിസ് ചെയ്യൂല. അത് മിസ് ചെയ്യൂല. പിന്നെ പിന്നെ എനിക്ക് ഒരു സാധനം കൂടി ഉണ്ട്, വെണ്ടക്ക വറവ്. അതും എനിക്ക് മിസ് ചെയ്യൂല. പിന്നെ അതൊക്കെ നല്ലതാണോ ചീത്തയാണോ നിന്റെ അഭിപ്രായത്തില്? എനിക്ക് ചില വറവ് ഇഷ്ടം, പക്ഷെ ഇങ്ങനെ വെണ്ടക്ക സാധാ മറ്റേ അതൊക്കെ നല്ലതായതുകൊണ്ടാ അച്ഛമ്മ തരുന്നല്ലേ? പക്ഷെ വെണ്ടക്ക വറവ് ഓ ഒന്നും പറയണ്ട. അച്ഛമ്മ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ അച്ഛമ്മ പൊന്തി. അപ്പൊ എപ്പോഴാ പോകുന്ന അച്ഛമ്മ അച്ചാച്ചനും? അല്ല നമുക്ക് നാളെ പറയാം. അത് നാളെ പറയും, അത് സസ്പെൻസാ. നാളെ പറയാം. അല്ല ഇതന്നെ പറഞ്ഞു തീർക്ക്. പൊട്ടിച്ചു. അപ്പൊ നാളെയാണ് പോകുന്നത്. ഷാർജ ടു കണ്ണൂരാണ്. എന്റെ ഇത്രയും പറഞ്ഞ വന്നെടുത്തു. കുഴപ്പമില്ല. ഓക്കെ. അപ്പം നമ്മള് ഇനി ഞാൻ എയർപോർട്ട് പോകുന്ന വീഡിയോ ഒക്കെ എടുക്കും. നിങ്ങൾ നോക്കണം. നിങ്ങൾ ഇത് ഈ ചാനൽ കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ നാളത്തെ ആ വീഡിയോ കാണുന്നു പറ. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ട് വീട്ടിൽ വന്നിട്ട് നിങ്ങളെ കൊണ്ട് ഞാനും ഫ്ലൈറ്റിന്റെ ബട്ടിന്റെ തീരും. വീഡിയോ കണ്ടിട്ടില്ലേ? നീയും പോകുന്നുണ്ടാ ഇനി? ശരിക്കും ചെറിയ സങ്കടം ഉണ്ട്. എന്നാലും ചെറിയ സങ്കടം ഉണ്ട്. കാരണം എന്താ അറിയാമോ, എനിക്ക് ഇനി അടികൂടാനും ആരും ഉണ്ടാവില്ല, എന്റെ ടി വി ഓഫ് ആക്കിയാനും ആരും ഉണ്ടാവില്ല. അത് സങ്കടമല്ല, എനിക്ക് സന്തോഷല്ലേ. സങ്കടം പറഞ്ഞാലേ എനിക്ക് എന്നോട് കളിക്കാൻ ആരും ഉണ്ടാവില്ല. അച്ഛമ്മ ചില സമയത്ത് എന്നോട് ഫുട്ബോള് പിന്നെ അങ്ങാങ്ങ കളിക്കാൻ വരും. അങ്ങാങ്ങ കളിക്കോ? ഞാൻ ഒറ്റയിലൊന്നും കളിച്ചിരിക്കും. ശരിയാ. പക്ഷെ ഇപ്പം ആരും ഉണ്ടാവില്ല. അതല്ല ഞാൻ ലൂഡോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഓക്കെ. അപ്പൊ ബൈ ഫ്രം മീ.